ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അതാണ് മെയിനായിട്ട് വിലയിരുത്തുന്നത്. അപ്പം വളരെ ഡീപ്പായിട്ട് നടത്തിയ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ 2-3 കാര്യങ്ങൾ. അതായത് ഈ ഗൾഫ് മേഖലയിൽ എത്ര നാൾ ഈ യുദ്ധം ഇങ്ങനെ നിലനിൽക്കും. പല പ്രവാസികളും നല്ല രീതിയിൽ ടെൻസ്ഡാണ്. നമ്മളിവിടെ നിൽക്കണോ, നാട്ടിലോട്ട് പോകണോ, ഇന്ത്യ എപ്പം റിപ്പാട്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും. ഇപ്പം നിലവിൽ മനസ്സിലാക്കാൻ പറ്റിയത് അമേരിക്ക കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. കിട്ടിയ സമയം കൊണ്ട് കീ സ്പോട്ടുകൾ, അതായത് ഇവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തുന്ന ക്രിട്ടിക്കൽ ലബോറട്ടറീസ്, അതുപോലെ തന്നെ ഇവരുടെ സോഴ്സുകൾ, ഇതെല്ലാം തന്നെയാണ് അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്ത റൗണ്ടിലേക്കുള്ള ആക്രമണത്തിൽ നിർദ്ദേശമായിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സെൻകോം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ 12 ദിവസത്തെ അറ്റാക്ക് സോഫാർ ഫെബ്രുവരി 28 തുടങ്ങി ഇന്ന് വരെ ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ മേളിൽ നടത്തിയ അറ്റാക്കിൽ, കാരണം ഇവരാണ് ഡോമിനേറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, പക്ഷേ ഇറാൻ ശരിക്കും റിറ്റാലിയേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലും അമേരിക്കയും ഒരുക്കിയ കെണിയിൽ ആ ഒരു ട്രാപ്പിൽ അവർ ഹൊറിസോണ്ടൽ അറ്റാക്കും അതേപോലെ പാരലൽ അറ്റാക്കുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കയും ഇസ്രായേലും ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അതിന് പകരമായിട്ട് ഹൊറിസോണ്ടലി അവർ വേറൊരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറാൻ ശരിക്കും വേറൊരു യുദ്ധമാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് അമേരിക്കയും ഇസ്രായേലിനെയും ഡയറക്റ്റ് ആയിട്ട് തിരിച്ചടിക്കുന്നതിന് പകരം അവർ മിസൈലുകൾ കുറേ ഇസ്രായേലിലേക്ക് അയക്കുന്നെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഹൊറിസോണ്ടൽ റീജിയൻ ആണ്. അതായത് അവർ മറ്റുള്ള അറബ് രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പുതിയ യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഇതിനെയാണ് ഹൊറിസോണ്ടൽ ട്രാപ്പ് എസ്കലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്തരത്തിലുള്ള എസ്കലേഷനാണ് ഇറാൻ തുടങ്ങിയത്. ഇനി ഇറാൻ നടത്തുന്നത് എന്താണ്? ഇറാൻ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പല പല ഏരിയകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡീസാലിനേഷൻ വാട്ടർ പ്ലാന്റ് ആയിക്കോട്ടെ, ഓയിൽ റിഫൈനറികളായിക്കോട്ടെ, അതുപോലെ തന്നെ പവർ ഗ്രിഡുകൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഫൈനാൻഷ്യൽ മേഖലയെ ടാർഗറ്റ് ചെയ്ത് ബാങ്കുകൾക്ക് നേരെയുള്ള അലേർട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ട് ഇറാൻ്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെതിരെയാണ് അവർ ഇത്തരത്തിലൊരു പാരലൽ ട്രാപ്പ് എസ്കലേഷൻ നടത്തുന്നത്. ഇതിനെയാണ് പാരലൽ ട്രാപ്പ് എസ്കലേഷൻ എന്ന് പറയുന്നത്. അതായത് പാരലൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ബാങ്ക് അടിച്ചാൽ ഞാൻ നിൻ്റെ ബാങ്ക് അടിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അമേരിക്കയുടെ ബാങ്കിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ബാങ്കുകളെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതാണ് അവിടെ ഹൊറിസോണ്ടൽ ട്രാപ്പ് എസ്കലേഷൻ ത്രൂ ഒരു പാരലൽ ട്രാപ്പ് എസ്കലേഷൻ ആയിട്ട് മാറ്റുകയാണ് ഈ യുദ്ധത്തിന്. ഇങ്ങനെയാണ് ഈ യുദ്ധത്തിൻ്റെ അറ്റാക്കിംഗ് മെത്തേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ നടക്കും, യുദ്ധം എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ വിലയിരുത്തൽ. പല അനാലിസ്റ്റുകളും ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. യുദ്ധം എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് എവിടെയായിരുന്നു? തുടങ്ങുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് മാത്രമായിരുന്നു. അതിപ്പോൾ ഇതാ യൂറോപ്പിലേക്ക്, റൊമാനിയയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് യുറേഷ്യ എന്ന് വിളിക്കുന്ന ആ ഒരു ഏരിയയുടെ തുടക്കമായിട്ടുള്ള തുർക്കിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി തന്നെ യൂറോപ്പ്, യുറേഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ മൊത്തത്തിൽ യുദ്ധത്തിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞ മാതൃകയിൽ പാരലൽ പ്ലസ് ഹൊറിസോണ്ടൽ ട്രാപ്പ് എസ്കലേഷൻ മെത്തേഡിലാണ് ഇത് എക്സ്പാൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും നടത്തിയത് എന്താണ്? സ്മാർട്ട് ബോംബ് ട്രാപ്പ് എന്ന് പറയും. ഈ സ്മാർട്ട് ബോംബ് ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു ഇലൂഷൻ സൃഷ്ടിക്കുക. ഫസ്റ്റ് 24 hours തന്നെ ഇറാന്റെ മെജോറിറ്റി ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് അവരുടെ റിറ്റാലിയേഷന് വേണ്ട സകല സാമഗ്രികളും ഞങ്ങൾ തകർത്തിട്ടുണ്ടെന്നുള്ളൊരു അവകാശവാദം. ഇവരെ എയർ സുപ്പീരിയോറിറ്റി ഇവർക്ക് കിട്ടി, ഓക്കെ. പക്ഷേ എയർ സുപ്പീരിയോറിറ്റി മാത്രം ഒരു യുദ്ധം ജയിക്കാൻ മതിയായ ഒരു ടൂളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. എയർ സുപ്പീരിയോറിറ്റിക്ക് പുറമേ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഉണ്ടായ പരാജയമാണ് ഇറാൻ ഇപ്പോഴും ഇങ്ങനെ മിസൈലുകളും ഡ്രോണുകളും തുരിതര അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർ സുപ്പീരിയോറിറ്റി മാത്രം പോരാ എന്നുള്ളത്. ഇവിടെ 2-3 സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചകൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്പർ 1, ജനങ്ങളുടെ സപ്പോർട്ട്. ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങുമ്പോൾ ഇറാനിയൻ ജനങ്ങളുടെ ഒരു 60-70% ആൾക്കാരുടെ സപ്പോർട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും റെജീം ചേഞ്ച് സംഭവിക്കും, ആ രാജ്യത്തിന് ഒരു ഫ്രീഡം വരും എന്നുള്ള തരത്തിലായിരുന്നു മൊത്തത്തിൽ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? ഇവർ ഫസ്റ്റ് പോയിന്റിൽ ഇവർ ഈ ടാക്ടിക്കൽ ട്രാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് എസ്കലേഷൻ ട്രാപ്പാണ്. ഇതിൽ ടാക്ടിക്കൽ സക്സസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക്. ചെറിയ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും തെഹ്റാനെ ടാർഗറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് നടത്തി. അപ്പോൾ എന്നിട്ട് ഇവർ മറ്റുള്ള മേഖലകളിലൊക്കെ ചെറുതായിട്ട് ആക്രമണങ്ങൾ നടത്തി. അപ്പോൾ സിംഗിൾ ഏരിയ അറ്റാക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഗ്ലോബലി ഒരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക. ഇറാൻ്റെ ഉള്ളിൽ ഇനി എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ അവരുടെ റിറ്റാലിയേഷന് വേണ്ടിയിട്ടുള്ള സകല സാമഗ്രികൾ ഞങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട്.
ഇറാന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്ത വീഡിയോ, അതായത് ഇവരെവിടെയൊക്കെ അറ്റാക്കുകൾ നടത്തുന്നോ അതെല്ലാം തന്നെ വീഡിയോ എടുത്ത് ഗ്ലോബലി ഒരു പെർസ്പെക്റ്റീവ് സൃഷ്ടിക്കുക. അപ്പോൾ എന്താണ്, അമേരിക്കയും ഇസ്രായേലുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ വിചാരിക്കും ഓക്കെ ഇവർ മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്തി. യെസ്, മാരകമായിട്ടുള്ള അറ്റാക്കുകൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അത് സഫീഷ്യൻ്റ് ആണോ, അത് ഇനഫ് ആണോ? അവിടെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പക്ഷെ അതിൻ്റെ ഉത്തരം അവർ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇന്ന സ്ഥലം അറ്റാക്ക് ചെയ്തു, ഇന്ന മിസൈൽ ലോഞ്ചസ് അറ്റാക്ക് ചെയ്തു, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവർ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് മറ്റുള്ള അലൈൻഡ് കൺട്രീസിനെ ഒന്ന് കൺവിൻസ് ചെയ്ത് നിർത്താൻ സാധിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ടാക്ടിക്കൽ സക്സസ് ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്കൽ സക്സസ് ആയിട്ട് മാറുന്നില്ല, ഒരു ലോങ് ടേം സക്സസിലേക്ക് നീളുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ടാക്ടിക്കൽ സക്സസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സക്സസ് ആണ്. ആ ഷോർട്ട് ടേം സക്സസിൽ തന്നെ ഇറാൻ ഇവരുടെ വരുതിക്ക് വന്ന് ഒരു ചർച്ചയൊക്കെ നടത്തി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇവർ കരുതി. പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ ടാക്ടിക്കൽ സക്സസിലൂടെ ഇവർക്ക് സ്ട്രാറ്റജിക്കൽ സക്സസ് നേടാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്ട്രാറ്റജിക്കൽ സക്സസിന് വേണ്ടിയിട്ട് യുദ്ധം നീട്ടിവെക്കേണ്ട നിർബന്ധ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. ഇസ്രായേൽ സോഫാർ ഓക്കെയാണ്, കാരണം അവർക്ക് എത്ര നീണ്ട യുദ്ധം നടത്താനും ഒരു മടിയില്ല, എത്ര വേണമെങ്കിലും അറ്റാക്കും ചെയ്യും. പക്ഷെ അമേരിക്കയുടെ അവസ്ഥ അങ്ങനെയല്ല. ഇനി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളുടെ പിന്തുണ ഇതൊരു വലിയ വിഷയമായിരുന്നു. ഇപ്പം എവിടെയാണ് ഇത് പിഴച്ചതെന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ ഒരു സ്കൂളിന്റെ മേളിൽ ആക്രമണം നടത്തി 180 കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനിയൻ ജനങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം വല്ലാത്ത രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. 60% ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഇസ്രായേലിനെയും അമേരിക്കയും അവരിൽ തന്നെ നല്ലൊരു വിഭാഗം IRGCക്ക് പിന്തുണ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആ രാജ്യത്തിനുള്ളിലുള്ള യങ്സ്റ്റേഴ്സ്, യുവാക്കൾ ഇപ്പോഴും IRGCയെ വെറുത്തൊതുക്കുന്നുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു മേജർ കമ്മ്യൂണിറ്റി മിഡിൽ പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. അവർ IRGCക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും ഓപ്പണായിട്ട് സപ്പോർട്ടും ചെയ്യുന്നില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചതുപോലെ വീണ്ടും അവിടെ ഒരു ആക്രമണം നടത്തി ഒരു പ്രതിഷേധം രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതിനു മുമ്പ് ഉണ്ടായ രീതിയിലുള്ള പ്രതിഷേധം എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും അവിടെ ഡയറക്റ്റായിട്ട് ഇറങ്ങി അടിക്കുമ്പോൾ പ്രതിഷേധം വരുന്നില്ല, ഈ പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അതായത് എയർ സുപ്പീരിയോറിറ്റി മാത്രം പോരാ, നിങ്ങളുടെ ടാർഗറ്റുകൾ വളരെ വ്യക്തമായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഇതാണ് പ്രിസൈസ് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ അല്ല ഈ അറ്റാക്ക് നടത്തിയത്, ഇത് അമേരിക്കയാണ് നടത്തിയിരിക്കുന്നത്. അത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഈ സ്കൂളിൻ്റെ മേളിൽ പതിച്ച മിസൈൽ ടൊമോക്ക് മിസൈലാണല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപിന് ഉത്തരമില്ല. അമേരിക്കൻ ന്യൂസ് ഏജൻസികൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ കണ്ടെത്തലാണ് ടൊമോക്സ് മിസൈലാണ് അവിടെ പതിച്ചതെന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ്, അമേരിക്കയാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. ബൈ മിസ്റ്റേക്കൻലി അത് സ്കൂളിൻ്റെ മേളിൽ പതിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതലേ ട്രംപ് ഇതിനെ ഡിനൈ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത ഉത്തരത്തിൽ ട്രംപ് അറിയാതെ പറഞ്ഞു പോയ ഒരു കൺഫർമേഷനാണ്. ആ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ടോമോക്സ് മിസൈൽ ആരുടെ കയ്യിൽ വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇത് വളരെ വളരെ ബ്ലണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ടോമോക്സ് മിസൈൽ ഈവൻ ഇസ്രായേലിന് പോലും ഇല്ല, ഇസ്രായേലിന് പോലും അമേരിക്ക കൊടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കീ എവിഡൻസ്. ഈ എവിഡൻസിലാണ് ശരിക്കും അമേരിക്കയുടെ ഇനാക്യുറസി, ആ അറ്റാക്ക് നടത്തിയതിൻ്റെ ഇനാക്യുറസി വെളിപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഈ സംഭവമാണ് ഇറാനിയൻ ജനങ്ങളെ ശരിക്കും അമേരിക്കയെ അനുകൂലിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് മാറ്റി ചിന്തിപ്പിച്ചത്. എന്തായാലും ഇപ്പം തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാതെ വേറെ വഴിയില്ല. അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ, അല്ലാതെ പകുതി വഴിക്ക് നിർത്താനും പറ്റില്ല. അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ശ്രമം നടക്കുന്നത്. പക്ഷേ ഇത് ഇറാന് ദോഷം ചെയ്യും, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇവരുടെ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള അറ്റാക്കുകൾ, ശക്തമായ രീതിയിൽ തന്നെയാണ് അറ്റാക്ക് നടത്തുന്നത്. ഇനി ഇതിന്റെ ഡ്രോബാക്സ് വേറൊരു സൈഡിൽ നമുക്ക് നോക്കാം. വേറൊരു സൈഡിൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇത്രയും നാളും റഷ്യക്കെതിരെ പല വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റഷ്യക്കാണ് ഇപ്പോൾ ഈ യുദ്ധം ഗുണം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു ദിവസം റഷ്യ എണ്ണ വിറ്റ് മാത്രം ഉണ്ടാക്കുന്ന അധിക വരുമാനം $150 മില്യൺ പെർ ഡേ. $150 മില്യൺ പെർ ഡേ ആണ് എണ്ണ വിറ്റ് മാത്രം ഉണ്ടാക്കുന്നത്. 30 ദിവസം ഈ ഒരു ലെവലിൽ തന്നെ, ഈ ബേസിക് ലെവലിൽ മാത്രം റഷ്യ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ എണ്ണ വരും ദിവസങ്ങളിൽ വിൽക്കും, അത് വേറെ കാര്യം. പക്ഷേ ബേസിക് ലെവലിലുള്ള ഒരു കാൽക്കുലേഷനിലാണ് റഷ്യക്ക് ഇപ്പം പെർ ഡേ $150 മില്യൺ ലാഭം കിട്ടുന്നത്. എക്സ്ട്രാ ആണ്, അഡീഷണൽ ലാഭം. അപ്പോൾ ഒരു മാസം റഷ്യ ഈ കച്ചവടം തുടർന്നാൽ റഷ്യക്ക് $5 ബില്യൺ ആണ് ഒരു മാസം പോക്കറ്റിൽ നിന്ന് വീഴാൻ പോകുന്നത്. $5 ബില്യൺ. ഇത് യൂറോപ്പിനെ ഉണ്ടാക്കുന്ന വേദന ചെറുതല്ല. റഷ്യൻ എണ്ണയ്ക്ക് നോ സാങ്ഷൻ എന്നുള്ള രീതിയിൽ അമേരിക്ക തീരുമാനമെടുത്ത ഉടനെ അതിനെ എതിർത്തുകൊണ്ട് ആദ്യം വന്നത് ഉർസുല ഫോൺ ഡർ ലൈൻ ആണ്. യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല ഫോൺ ഡർ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാളും ഭേദം വേറെ ഏതെങ്കിലും കച്ചവടത്തിന് പോവാം എന്നുള്ളതാണ് എന്നുള്ള തരത്തിലൊക്കെ അമേരിക്കയെ
കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ പുറത്തിറക്കിയത്. പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല, യൂറോപ്യൻ യൂണിയനിൽ തന്നെ രണ്ട് നിലപാടാണ് ഈ വിഷയത്തിൽ. യൂറോപ്യൻ യൂണിയനിൽ ഒരു കൂട്ടർ ഉക്രൈൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പൊട്ടിയ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞങ്ങൾക്ക് റഷ്യയിൽ നിന്നും ഗ്യാസും എണ്ണയും വരുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക, എന്നാൽ മാത്രമേ ഇനി ഉക്രൈനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള നിലപാടാണ് പകുതി രാജ്യങ്ങൾക്ക്. അത് ഹംഗറി ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങൾ ഇപ്പം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആൾക്കാർ, ഒരു വിഭാഗം മെമ്പേഴ്സ് ശരിക്കും ശക്തമായ രീതിയിൽ റഷ്യ എതിർക്കുമ്പോഴും മറ്റൊരു കൂട്ടർക്ക് റഷ്യയുടെ എണ്ണയും ഗ്യാസും പൈപ്പ് ലൈനൊക്കെ ശരിയാക്കി അവർക്ക് ഈ എനർജി വേണം. ഇത്തരത്തിലാണ് യൂറോപ്യൻ യൂണിയനിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉർസുല ഫോൺ ഡെർ ലൈൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ജസ്റ്റ് വേഗ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അവർക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കലി ആക്രോശപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയാം എന്നല്ലാതെ പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ. ഇതാണ് ഒരു വിഷയം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ട് ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ട്വീറ്റിൽ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി ഇന്ത്യൻ കപ്പലുകൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള പാസേജ് ഒരുക്കും എന്നുള്ള തരത്തിലാണ് ഈ ട്വീറ്റിനെ ആൾക്കാർ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രൈം മിനിസ്റ്റർ മോദി ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പോയിന്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ചത് ശരിക്കും ഈ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയിട്ടും ഇറാന്റെ നിലപാടുകൾ അറിയാൻ വേണ്ടിയിട്ടും, അതിനോടൊപ്പം ഒരുപക്ഷെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ വിഷയം മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം നമ്മളുടെ 10-22 കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടാവാം. അല്ലാതെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും കപ്പലുകൾ പോയി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്ത് വീണ്ടും ഇതേപോലെ സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ചർച്ചയും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ വേണമെങ്കിൽ ഇന്ത്യക്ക് കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ ഇറാൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ വിദൂരമാണ്. അത് ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇറാൻ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ കപ്പലുകൾക്കും സെക്യൂരിറ്റി ഉറപ്പ് വരുത്തില്ല. അത് ഒരു രാജ്യങ്ങളും ചെയ്യില്ല. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് അറ്റാക്ക് നടത്തുന്നവരുടെ സെക്യൂരിറ്റിയും കൂടി ഇറാൻ ഉറപ്പുവരുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. ആ ഉറപ്പ് കിട്ടാത്തതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന ആ ട്വീറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ചർച്ചയിലൂടെ പരിഹരിച്ച് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് കരുതുന്നു എന്നുള്ള നിലയിലാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നത്. അല്ലാതെ അവിടെ എണ്ണ കൊണ്ടുപോകാനുള്ള വഴി തുറക്കുന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എനിവേ, ഇത് ഒരു വിഷയം. രണ്ടാമത്, ഇന്നലെ തന്നെ ഒരു സ്പീച്ചിൽ പറയുകയാണ് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കോവിഡ് കാലഘട്ടത്തിനെ വളരെ ഭംഗിയായിട്ട് മറികടന്നു. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള 147 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. നമുക്ക് അതിനെ മറികടക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ സിറ്റുവേഷനെയും മറികടക്കാൻ സാധിക്കുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരുന്നത്. ഇറാന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ സ്പീച്ചിൽ ഇത് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ മോദി കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. കോവിഡിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് ഈ ഇറാൻ യുദ്ധത്തിനെ, ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിലയിരുത്തുന്നത്. ഇറ്റ് മീൻസ് കോവിഡ് നമ്മളെ എത്ര നാൾ വീട്ടിനുള്ളിൽ പൂട്ടിക്കെട്ടി വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇറ്റ് മീൻസ് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ എമർജ് ആകുന്നത്. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് ഇതിനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായത് നമ്മുടെ രാജ്യത്തും എനർജി ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ മറികടക്കണം. അപ്പോൾ അതിനെ നമ്മൾ കോവിഡിനെ എങ്ങനെ നേരിട്ടു അതേപോലെ നേരിടണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ റഷ്യൻ എണ്ണ മാർക്കറ്റിലേക്ക് ഒഴുകുന്നതിലൂടെ ഇത്രയും 42 രാജ്യങ്ങൾ ചേർന്ന് റഷ്യയെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതാ 22ാമത്തെ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് റഷ്യൻ ഓയിലിനെ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാനുള്ള അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. അവർക്ക് ഇനി റഷ്യൻ ഓയിലിന് നോ ഒബ്ജെക്ഷൻ എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് അമേരിക്കയ്ക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. ഞാൻ റഷ്യ ഒരിക്കലും അമേരിക്കയ്ക്ക് ഈക്വൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റഷ്യ അമേരിക്ക വിചാരിക്കുന്നത് പോലെ വീഴുന്നില്ല. ഇവരെന്തെല്ലാം തരത്തിൽ നോ ട്രാൻസാക്ഷൻസ്, നോ ഓയിൽ ട്രേഡ്, നോ കമോഡിറ്റി ബിസിനസ്, നത്തിങ്. ഒരു കാര്യങ്ങളും റഷ്യയുമായിട്ട് ചെയ്യാൻ പാടില്ല. സ്വിഫ്റ്റിൽ നിന്നും പുറത്ത് ഒരു രാജ്യങ്ങളും റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യരുത്, ഷാഡോ ഫ്ലീറ്റിനെ പിടിക്കാം, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ് റഷ്യയ്ക്ക് മേൽ ഇട്ടത്. ഒപ്പം ഉക്രൈൻ്റെ യുദ്ധവും. എന്നിട്ടും റഷ്യ വീണിട്ടില്ല. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. റഷ്യ ആണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് അവരുടെ ഫ്രണ്ട് ലൈൻ മുന്നോട്ട് കൊണ്ടുപോയി നിർണായകമായിട്ടുള്ള ഉക്രൈൻ്റെ സ്ഥലങ്ങൾ മൊത്തം പിടിച്ചടക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തിരിച്ചു പിടിക്കാൻ ഉക്രൈന് സാധിച്ചിട്ടില്ല. അപ്പം ഈ സാഹചര്യത്തിൽ അമേരിക്ക വെനിസുലയുടെ ഓയിൽ ഇൻഡസ്ട്രി കൈക്കലാക്കിയപ്പോഴത്തേക്കും വി ആർ ദ ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ എന്ന് അഭിമാനത്തോടു കൂടി വിളിച്ചു പറഞ്ഞിരുന്ന ട്രംപിന് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് റഷ്യയുടെ എണ്ണക്കച്ചവടം മുന്നോട്ട് പോകുന്നത്.
എത്രത്തോളം ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നുണ്ടോ അത്രത്തോളം റഷ്യയുടെ എക്കോണമി ബൂസ്റ്റ് ആവും. ഇതിനകത്ത് യാതൊരു മാറ്റമില്ല. ഷാഹിദ് ഡ്രോൺ ഇറാന്റെ ഒരു ഡ്രോണാണ്. ഈ ഷാഹിദ് ഡ്രോണിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോൺ അമേരിക്കയുടെ പക്കലില്ല. ഉക്രൈന്റെ സഹായത്തോടു കൂടി ലൂക്ക എന്ന് പറഞ്ഞുള്ള ഡ്രോൺ ഇപ്പം അമേരിക്ക റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും അമേരിക്കയ്ക്ക് നാണക്കേടാണ്. ഷാഹിദ് ഡ്രോൺ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡ്രോണാണ്. അതിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പം ലൂക്ക എന്ന് പറഞ്ഞൊരു ഡ്രോൺ സിസ്റ്റമാണ് ഇപ്പം അമേരിക്ക ഉക്രൈന്റെ സഹായത്തോടു കൂടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് തുച്ഛമായ വിലയുള്ള ഡ്രോണിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് മില്യൺ കണക്കിൽ വിലയുള്ള മിസൈലുകൾ വിട്ട് നഷ്ടക്കച്ചവടം നടത്തേണ്ട അവസ്ഥയിലാണ് അമേരിക്ക ഉള്ളത്. ഇപ്പോൾ കാലം മാറിയത് അമേരിക്ക അറിഞ്ഞില്ല. ഷാഹിദ് ഡ്രോണിന് സമാനമായിട്ടുള്ള ചീപ്പർ ക്വാളിറ്റിയിലുള്ള ഡ്രോൺ അമേരിക്ക ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവരുടെ ഡ്രോൺ സിസ്റ്റം എല്ലാം തന്നെ MQ-9 റീപ്പർ എല്ലാം തന്നെ നല്ല വിലയുള്ള സാധനങ്ങളാണ്. 1 മില്യൺ, 8 മില്യൺ, 5 മില്യൺ, 10 മില്യൺ വിലയുള്ള സാധനങ്ങളാണ് അമേരിക്ക ഉണ്ടാക്കുന്നത്. അതിന്റെ വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് ഈ യുദ്ധം അമേരിക്കയെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കീ സ്പോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും ടെബ്രീസ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. തുരുതര അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം ഞാൻ ഇതിൽ എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഇറാന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവരുടെ പവർ പ്ലാന്റോ എന്തോ ആയിക്കോട്ടെ എല്ലാവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ടെയിൽഗാൻ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ സെക്യൂർഡായിട്ട് വളരെ സീക്രട്ടായിട്ട് ഇറാൻ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് നല്ല വലിയ രീതിയിലുള്ള മതിൽക്കെട്ടുകളൊക്കെ ഉണ്ട്, കോൺക്രീറ്റ് മതിൽക്കെട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കൃത്യമായിട്ട് ഇസ്രായേൽ ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ അറ്റാക്കിൽ അതിൻ്റെ എൻട്രൻസ് ഗേറ്റിൽ തന്നെ 3 വലിയ ഹോളുകൾ. ഈ 3 വലിയ ഹോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബങ്കർ ബസ്റ്റർ ബോംബ് ഇതിൻ്റെ ഉള്ളിൽ ഉളച്ച് അകത്തോട്ട് പോയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവർ അതിൻ്റെ എൻട്രൻസ് ഡാമേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുരുതുര ഇതിൻ്റെ മേളിൽ ആക്രമണങ്ങൾ നടത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ ടാർഗറ്റ് ചെയ്ത് ഇറാന്റെ ഹൃദയഭാഗം എവിടെയാണോ അവിടെയാണ് അറ്റാക്ക് നടത്താൻ പോകുന്നത്. അതായത് അവരുടെ ഹാർട്ടിലേക്ക് തന്നെയാണ് അടിക്കുന്നത്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കീ സ്പോട്ടുകൾ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇറാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസൈലുകളും അതുപോലെ ഡ്രോണുകളൊക്കെ അയക്കും. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ക്രമേണ കുറയും. ഇപ്പം ഇന്നലെ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തുടർച്ചയായിട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ടാസ്ക്. ഇതിനു വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവരെ പുഷ് ചെയ്യുന്നത്. നിങ്ങൾ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ എന്തും ചെയ്തോളൂ, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തേക്ക് മിസൈലുകൾ അതേപോലെ തന്നെ ഈ ഡ്രോൺ അറ്റാക്കുകൾ ഇതൊക്കെ പരമാവധി വരാതിരിക്കാനുള്ള ശ്രമം നടത്തണം. അപ്പം അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഉണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഏറ്റെടുക്കേണ്ടി വരും. ഇതാണ് നിലവിലെ സാഹചര്യം. വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.